നമസ്കാരം. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേട്ടാ, വേറൊന്നല്ല. ഇന്നലത്തെ വാർത്ത തന്നെ 5 പേര് ഒരു 23 വയസ്സുകാരൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട വാർത്ത. ഇത് ന്യൂ ഇയർ വന്നതിൽ പിന്നെ ഇതുപോലുള്ള വാർത്തകൾ ഞാൻ ഇതിന് മുൻപ് 1-2 വീഡിയോസ് ചെയ്തിരുന്നു. സന്തോഷിക്കാനുള്ള പ്രഭാതങ്ങളൊന്നുമല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ആയി മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ. വേറൊന്നുമല്ല, ലഹരി, മദ്യം, അക്രമങ്ങൾ എല്ലാം ഇത് മനുഷ്യജീവനൊന്നും ഒരു വിലയും ഒരാളും കൽപ്പിക്കാത്ത ഒരവസ്ഥയായി മാറി അല്ലേ. മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തടയിടാൻ പോലും പറ്റാത്ത രീതിയിൽ അതിൻ്റെ വേരുകൾ വളരെയധികം ആഴ്ന്നിറങ്ങി കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചാലൊന്നും ഞാനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരേ ഒരു പരിഹാരമുള്ളൂ. പരിഹാരം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ കുറച്ച് കൺട്രോൾ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ പോലെ മക്കൾ രക്ഷിതാക്കൾ മക്കളെ കൺട്രോൾ ചെയ്യുന്നൊരു കാലം വരണം. അല്ലാതെ ഒന്നും നടക്കില്ല. ഇതിനൊക്കെ ഒരു 100% തന്നെ പറയാം. അതായത് ഇപ്പോൾ മാതാപിതാക്കൾക്കൊന്നും മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അവരോടൊപ്പം ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലുള്ള സമയം ഇല്ല. ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നതിന് ശേഷം വീട്ടിലെ ബന്ധങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്, മക്കളെന്താണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾക്കോ മനസ്സിലാവാത്ത ഒരവസ്ഥയാണ്. അവർക്കൊന്നിനും സമയമില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കണ്, അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ വഴിതെറ്റി പോണ കാര്യം മാതാപിതാക്കൾ അറിയണില്ല അല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു 6 മണി, ഞാനൊക്കെ എൻ്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടിയെടുത്ത് പുറത്ത് ആളുണ്ടോ വീടിൻ്റെ പുറത്ത്, എന്താ നേരം വൈകിയെന്ന് ചോദിക്കാനായിട്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചവർ ഇങ്ങോട്ട് ചീത്ത പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതിന് കാരണം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ. നമ്മൾ മാതാപിതാക്കൾ എന്ന പോലെ തന്നെ കുട്ടികളുടെ മനസ്സറിയാനും അവരുടെ കാര്യങ്ങൾ അവരോടൊപ്പം നമ്മുടെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ സാധാരണ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര മാതാപിതാക്കളുണ്ട് ഇന്നെന്താ സ്കൂളിലെ വിശേഷങ്ങൾ, ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു, സ്കൂളിലുണ്ടായിരുന്ന നല്ല രസകരമായ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇന്നത്തെ കാലത്ത്. അതിനൊന്നും അവർക്ക് സമയമില്ല. നമ്മുടെ കടമ തീർക്കാന്നുള്ള രീതിയിൽ നല്ല സ്കൂളിൽ കൊണ്ട് ചേർത്തു, അവർ പഠിക്കുന്നുണ്ടോ ഇല്ലേ, പഠിച്ചാലും കുഴപ്പമില്ല, ഏത് രീതിയിലാണ് പോണത്, ഇവ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാനോ ഉള്ള സമയമൊന്നും അവർക്കില്ല. ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അവർക്ക് മാതാപിതാക്കളും അതുപോലത്തെ നല്ല കൂട്ടുകാരും ഒക്കെ ആയി മാറണം. അവരെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സമയം കണ്ടെത്തണം. അതിനൊന്നും നമുക്കിപ്പോൾ സമയമില്ല. നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് ഫേമസ്, പ്രശസ്തി, അതുപോലെ പണം, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി മാറി. ആർക്കും ആരോടും ഒരു ആത്മാർത്ഥത ഇല്ല, ഉത്തരവാദിത്തങ്ങളില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. എത്രയോ കേസുകൾ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് 1-2 മാസം കഴിഞ്ഞിട്ട് മാത്രം വീടുകളിൽ അറിയുക, അതിനുശേഷം കേസ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. എന്തുകൊണ്ടാണ് വീട്ടിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യങ്ങളാകുമ്പോൾ അമ്മമാർക്കാണ് പെൺകുട്ടികളെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുക. ഇതുപോലൊരു വിക്റ്റിം, ഇങ്ങനൊരു ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ആ പെൺകുട്ടിയുടെ മുഖത്തൊരു ചേഞ്ച് ഉണ്ടാവാതിരിക്കില്ല. ശരിയല്ലേ? മാനസികമായിട്ട് അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണോ ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ ആ കുട്ടി ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മകളുടെ മുഖം കാണുമ്പോൾ മോൾ എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയേ എന്ന് ചോദിക്കാൻ പറ്റാത്തത്? കാരണം അവർക്ക് ആ കുട്ടീനെ ശ്രദ്ധിക്കണില്ല. ആ കുട്ടിയുടെ ഉള്ളു മനസ്സിലാക്കാൻ ശ്രമിക്കണില്ല. ആ കുട്ടി എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവർ അച്ഛനോട് അമ്മോട് തുറന്നു പറയാത്തത്? കാരണം അവർ തമ്മിൽ അത്രയ്ക്ക് ബന്ധമുള്ളൂ. ആ റിലേഷൻ ഗ്യാപ്പാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായ? അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഒഴുക്കം മട്ടിൽ പറയാം, ലഹരി നിർത്തണം, ലഹരിക്ക് തടയണം, മദ്യം നിർത്തണം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. മക്കൾ എന്താണെന്നും മക്കൾ പോകുന്ന വഴി ഏതാണെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം.
അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അറുതി വരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഈ കോവിഡ് സമയത്ത് എത്ര വർഷം നമ്മൾ വീട്ടിലിരുന്ന് അന്നൊക്കെ ഇതുപോലെ കൊലപാതകമോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കാര്യം പുറത്തേക്ക് പോകാനോ മറ്റുള്ള കൂടുതൽ ആർഭാട ജീവിതങ്ങളോ ഒന്നും അന്നുണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടായിരുന്നു. ശരിയല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് അങ്ങനെയും ജീവിക്കാം. അപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. നമ്മുടെ മക്കൾ നേരായ രീതിയിൽ പോകേണ്ടതെന്ന് നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി. അത്രയുള്ള കാര്യമുള്ളൂ. പക്ഷേ നമുക്കതിനുള്ള സമയമില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്. തിരക്കൊഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ വീട്ടിലുള്ളതെന്ന് പോലും ഇപ്പോൾ അറിയാത്ത കാലം. എന്താ ചെയ്യാല്ലേ? എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇന്നത്തെ ഇപ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായ അവസ്ഥയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാവും. അപ്പോൾ എല്ലാവരും അവരുടെ മക്കളുടെ കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഈ പെൺകുട്ടികളോട് പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ചിരിച്ച് കാണുന്നതെല്ലാം അത് ചിരിച്ച് കാണിക്കുമ്പോഴേക്കും അങ്ങോട്ട് ചെന്ന് തല വെച്ച് കൊടുക്കല്ല ചെയ്യുക. പല പ്രണയങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇതുപോലെ സ്വാർത്ഥതയിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ വഴിമാറുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പഠിക്കുക. അത് പ്രണയത്തിനോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വേണ്ടിയിട്ടൊന്നുമല്ല. സീരിയൽ, സിനിമ ഇതൊന്നും അല്ല ജീവിതം. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി നല്ല വാർത്തകൾ മാത്രം കേൾക്കാനായിട്ട് ഓരോ പ്രഭാതവും പുലരട്ടെ.